Hi friends, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഹൈ ഫോഴ്സസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹൈ ഫോഴ്സസ്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത ഇന്ന് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത ഹിന്ദി മൂവിയാണ്. സ്റ്റോളൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത രജനീകാന്ത് ഒരു ക്യാമിയോ റോളിൽ വന്ന ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കുറേ കാലമായി ഈ ഒരു സിനിമ പെട്ടിപ്പുറത്തായിരുന്നു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 6-ാം തീയതി സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമയുടെ എക്സ്റ്റൻഡഡ് വേർഷൻ അടക്കം പുറത്തിറങ്ങുന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത ഒരു തമിഴ് സീരീസാണ്. ദേവിക ആൻഡ് ഡാനി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. തമിഴ് ഭാഷ കൂടാതെ മറ്റ് മലയാളം ഭാഷകളിലൊക്കെ ഈ സീരീസിൽ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ഒരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ക്രിമിനൽ കോഡ് സീസൺ 2 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, പോർച്ചുഗീസ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വൺ ഓഫ് ദം ഡേയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ മാസം തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നെസ്ലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയെന്നുള്ളതും സോണി ലീവാണ് സ്വന്തമാക്കിയെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. ജൂൺ മാസം 5-ാം തീയതി സോണി ലീവ് വഴി റിലീസ് ചെയ്യുന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ആമസോൺ പ്രൈമിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാന്നുള്ളതാണ്. മിക്കവാറും നാളെ, ചിലപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ട് ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് റിലീസ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.